ഈത്തപ്പഴം ഈ രീതിയിലൊന്ന് പൊരിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പും ഫുള്ള് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മാവിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ട് നല്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാവാണ്ട് ഈ ഒരു തിക്നെസ്സിൽ മാവ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. മാവ് ഒന്നങ്ങോട്ട് മാറ്റി വെക്കുക. നമുക്ക് ഈത്തപ്പഴം ഒന്ന് റെഡിയാക്കുന്ന ടൈം വരെ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നാകണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സി കേടാവും ചെയ്യും, പിന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യൂല. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഇതിങ്ങനെ കടിക്കുമ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് അരച്ചെടുക്കുന്ന സമയത്ത് 1 കപ്പ് തേങ്ങയും കൂടി ചിരവിയത് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ അരച്ചെടുക്കാൻ ഒന്ന് അരഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഇത്തിരി കൂടിപ്പോയി. അപ്പം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് അത്രയും ചേർക്കണ്ട. എത്രയാണ് ഈത്തപ്പഴം ഉള്ളതിനനുസരിച്ച് അരച്ചെടുക്കുമ്പോൾ നോക്കിയിട്ട് ഇത്തിരി ഒറ്റിച്ച് കൊടുത്താൽ മതി വെള്ളം. എന്നിട്ടിതാ ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് മാവ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓരോ ബോൾസ് നമ്മൾ മാവിലേക്ക് ഇട്ടിട്ട് എണ്ണ ചൂടായതിലേക്ക് ഇട്ടിട്ട് ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊണ്ട് തന്നെ ഈ ഒരു ഈത്തപ്പഴ ഫ്രൈക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാണ്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി വലിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബോൾസാണ് നമുക്ക് കുഞ്ഞതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഫ്രൈ ചെയ്ത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈത്തപ്പഴം ഫ്രൈ ആണ്. തേങ്ങയൊക്കെ ചേർത്തിട്ട് ഈ രീതിക്കൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈത്തപ്പഴം വെറുതെ മാവിൽ മുക്കി പൊരിക്കാതെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.